ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം അകലത്തിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ 8.5 സെൻറ്റ് സ്ഥലത്ത് 2560 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചൊരു 6ഓളം വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള വീട്. വാ വീട് കാണാം. ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ രണ്ട് വശത്തായും ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈനും നൽകിയിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായി ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ മുകളിലായി ലൂവർ ഡിസൈനും ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. വലിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മതിലിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഇവിടെയായി സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈനും നൽകിയിരിക്കുന്നു. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഗേറ്റ് വരുന്നത്. 2 ഗേറ്റാണ്, സ്ലൈഡിംഗ് ഗേറ്റും ഒന്ന് ഫോൾഡിംഗ് ഗേറ്റും. ഗേറ്റിൽ ഇവിടെ HPL ഷീറ്റും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തും ടെറാക്കോട്ട ഡിസൈൻ ടൈലുകളുടെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി ഗ്രില്ലിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ലൊരു LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ്. മുറ്റത്ത് നൽകിയിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായി പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു വാട്ടർ ഫൗണ്ടെയിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി നല്ല വിശാലമായിട്ടുള്ള ഗാർഡൻ സ്പേസും നൽകിയിരിക്കുന്നു. നല്ല ചെടികളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വീടിൻ്റെ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. ഈ ഭാഗത്തായി പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. ഇവിടെ ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ. ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് ലൂവർ ഡിസൈനാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. 2 വലിയ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള കാർ പോർച്ച്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ പുറകുവശത്താണ്. കിണർ സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയാണ് ഇത്. KWA വാട്ടർ കണക്ഷൻ ഇവിടെ ലഭ്യമാണ്. വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. ലെതർ ഫിനിഷുള്ള ടൈലാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഫ്രഞ്ച് വിൻഡോ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ. 2 പാളിയായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. 2 ഹാൻഡ് റെയിൽ, ഇവിടെ ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിന്റെ ടൈൽ വരുന്നത് ഗോൾഡൻ ഫിനിഷുള്ള ടൈലാണ്. ഭാഗത്തായി 3 വാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ പാനലിംഗ് വർക്കാണ് നൽകിയിട്ടുള്ളത്. മുകൾ ഭാഗത്തായി ഫോൾ സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ 2 സിലിണ്ടറിക്കൽ ലൈറ്റും നൽകിയിരിക്കുന്നു. ഭാഗത്തായി ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവ 2 സൈഡിലും വാൾ ഡെക്കറും കൊടുത്തിരിക്കുന്നു. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വാൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിഷാണ് നൽകിയിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ്. ഈ ഭാഗത്തായി മുകളിലായി നല്ല ഭംഗിയുള്ള ഷാൻലിയർ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് ബേസിൻ, വൈറ്റ് കളർ കൗണ്ടർ ടോപ്പ്, ഇവിടെ ഒരു പില്ലർ ടാപ്പും നല്ല ഭംഗിയുള്ള ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. ഇവിടെ അടിയിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായി നല്ല ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. വീടിൻ്റെ ഈ ഭാഗത്തായി ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ ലൂവർ ഡിസൈൻ. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. അടിയിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഇവിടെ 3 വാളിയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. മൊറോക്കൻ ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. നല്ല വൈറ്റ് കളറിലുള്ള കൗണ്ടർ ടോപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ. താഴെ മുകളിലുമായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭ്യമാണ്. ഈ ഭാഗത്തായി പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 3 വാളയുടെ ഒരു കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. കിച്ചൺ പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭ്യമാണ്. ഇവിടെ വൈറ്റ് കളർ കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. ഭാഗത്തായി താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭ്യമാണ്. ഇതിനു പുറമെ വലിയൊരു വർക്ക് ഏരിയ സ്പേസും കൂടി നമുക്കിവിടെ ലഭ്യമാണ്. ഈ ഭാഗത്തായി ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് കൊണ്ടൊരുക്കിയിരിക്കുന്ന കൗണ്ടർ ടോപ്പ് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസ് സിങ്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭ്യമാണ്. മുകളിലായി ലൂവർ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഗാർഡൻ സ്പേസ് കാണാം. ഡൈനിങ് സ്പേസിന് പുറമെ ഒരു കോർട്ട്യാർഡ് സ്പേസും ലഭ്യമാണ്. ഇവിടെ മൊറോക്കൻ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടെയിൻ നൽകിയിരിക്കുന്നു. ഇവിടെ ടെറാക്കോട്ട ജാളികളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബാംബു ചെടികളും നൽകിയിരിക്കുന്നു. ഈ ഡോർ തുറന്നാൽ നമുക്ക് കിണറിന്റെ ഭാഗത്തേക്ക് പോകാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്, രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളയുടെ 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ പാനലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസ് അടങ്ങുന്ന വാർഡ്രോബാണ് ഇത്. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ വാനിറ്റി കൗണ്ടർ, ഒരു സെറേഡ് ആപ്പും നൽകിയിരിക്കുന്നു. ഇവിടെ വെറ്റും ഡ്രൈ ആയി തിരിച്ചിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഷവർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്. ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ പാനലിംഗ് വർക്കാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്. ഇവിടെ ഒരു ക്യൂരിയോസ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നു. ഇതാണ് ബാത്റൂം. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. ഇവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലും തേക്ക് വുഡിലും ഗ്ലാസ്സിലുമാണ്. സ്റ്റെപ്പ് വരുന്നത് വുഡിലാണ്. ഈ ഭാഗത്തായി സിമെൻറ്റ് ടെക്സ്ചർ നൽകിയിരിക്കുന്നു. ഇവിടെ പ്രൊഫൈൽ ലൈറ്റും ഇവിടെ ഗോൾഡൻ സ്ട്രിപ്പും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പിന് മുകളിലായി നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയർ നൽകിയിരിക്കുന്നു. ഇവിടെ പർഗോളകളും കൊടുത്തിരിക്കുന്നു. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള എൽ ഷേപ്പിലുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഈ ഭാഗത്തായി നിഷു പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ലൂവർ ഡിസൈൻ, ഇവിടെ ഒരു TV യൂണിറ്റും നൽകിയിരിക്കുന്നു. വാൾപേപ്പറാണ് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ പ്രൊഫൈൽ ലൈറ്റിങ്ങും നൽകിയിരിക്കുന്നു. അപ്പർ ലിവിംഗ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിളും നൽകിയിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ 2 സ്ഥലത്തും ഓരോ വിൻഡോയും നൽകിയിരിക്കുന്നു. ബേ വിൻഡോ കൺസെപ്റ്റിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ. ധാരാളം സ്റ്റോറേജ് സ്പേസ് അടങ്ങുന്ന വാർഡ്രോബാണ് ഇത്. മുകളിലായി ഫോൾ സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇത്. വെറ്റും ഡ്രൈയും ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഷവർ നൽകിയിരിക്കുന്നു. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്.
ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും 3 വാളയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസ് അടങ്ങുന്ന വാർഡ്രോബാണ് ഇത്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ്. വുഡൻ ഡിസൈനുള്ള ടൈലാണ് യൂട്ടിലിറ്റി സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ പോയിന്റ് നൽകിയിട്ടുള്ളത്. ഫുള്ളി കവേർഡ് ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ. ഇതാണ് ബാൽക്കണി. മുകളിലായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയും ഒരു ഹാൻഡ് റെയിൽ, ഇവിടെ 3 വാളയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ ടെറാക്കോട്ട ടൈലിൻ്റെ ഒരു ഡിസൈനും നൽകിയിരിക്കുന്നു. ഇവിടെ സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. 8.5 സെൻറ്റ് സ്ഥലത്ത് 2560 സ്ക്വയർ ഫീറ്റിൽ വെച്ച് ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വെറും 8 കിലോമീറ്റർ മാത്രമാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 300 മീറ്ററും. ഈ വീടിൻ്റെ വില വയ്ക്കുന്നത് 1,30,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.